നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് CPM ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി ഒരു ലെറ്റർ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖർഗെക്ക് എഴുതി. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇന്ത്യ ബ്ലോക്കിൻ്റെ നാളത്തെ മീറ്റിംഗ് ആണ്. അതിൽ പറയുന്നത്, നിങ്ങൾ അതായത് കോൺഗ്രസ് കേരളത്തിൽ വന്നിട്ട് BJP CPM അലയൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കണം, അത് ശരിയാണോ എന്നൊക്കെയുള്ള ഒരു നീണ്ട ലെറ്ററാണ്. അത് പൊളിറ്റിക്കലി ബി ജെ പിക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യ ബ്ലോക്കിൻ്റെ തകർച്ച, DMK പ്രത്യേകിച്ച് ഇടഞ്ഞു നിൽക്കുമ്പോൾ, അതൊക്കെ പ്രത്യേകിച്ച് CPM ആയിരുന്നു ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു ചാലക ശക്തി ശ്രീ സീതാറാം യെച്ചൂരി ഉള്ളിടത്തോളം കാലം. അപ്പം അതായത് ഒരു കോൺഗ്രസിന് പുറത്തെ ഒരു പ്രധാന പാർട്ടി ഇന്ത്യ ബ്ലോക്കിനെ കൊണ്ടുവരുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ് ഇപ്പോൾ അങ്ങനെ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത്. സർ, ഇതിന് കാരണം കേരളത്തിലെ പൊളിറ്റിക്സ് മാത്രമല്ല, അല്ലാതെ ഇന്ത്യയിലെ ഒരു സിറ്റുവേഷനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാറിയിട്ടില്ല. കേരളത്തിലെ ഒരു സിറ്റുവേഷൻ, അതായത് കേരളത്തിൽ CPM അധികാരത്തിൽ നിന്ന് പോയി. ഞാനിത് വളരെ സ്ട്രോങ് ആയിട്ട് പറയാം. കേരളത്തിൽ അധികാരത്തിലുള്ളപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ ഞാനിപ്പോൾ ഓർക്കുന്നു, സംഗീത്തല എന്ന്, ചെന്നിത്തലയല്ല അദ്ദേഹം സംഗീത്തല ആണ് എന്ന് CPM സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അന്നൊന്നും ഇല്ലാത്ത ഒരു കോൺഗ്രസിനോടുള്ള ഒരു പരിഭവം ഇപ്പോൾ എന്താണ് കേരള യൂണിറ്റിയുടെ, അതും തോറ്റ് അവരുടെ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ അവർ പരിഹാസ്യരായിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ലെറ്റർ പോകുന്നതിൽ എന്താണ് കാണിക്കുന്നത്? ഇതൊരു തരം പറഞ്ഞാൽ ദേശീയമായി CPM ആത്മഹത്യക്ക് തയ്യാറെടുക്കുകയാണോ? അതിന് പറയാനൊരു കാരണമുണ്ട്. ഡൽഹിയിലെ ഇടതുപക്ഷക്കാർ എന്ന് പറയുന്ന അക്കാഡമിക്കുകൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് നിഗം ഫ്രണ്ട് ലൈൻ്റെ ആർട്ടിക്കിൾ എഴുതി, എങ്ങനെ CPM കേഡർമാർ TMCക്കെതിരെ ഈ പ്രാവശ്യം BJPക്ക് വോട്ട് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എഴുതിക്കുന്നു. അദ്ദേഹവും പറയുന്നത് ഇത് ആത്മഹത്യാപരമാണ് എന്ന് പറയുന്നു. കേരള യൂണിറ്റും അതേ രീതിയിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് BJP ഇതര സഖ്യത്തെ സമീപിക്കുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? ചെറിയ പറഞ്ഞു, നമ്മൾ ഇതിനു മുൻപ് നമ്മൾ തെക്ക് വടക്കിൽ മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത് ഒരിക്കൽ സൂചിപ്പിച്ചതാണ്. കേരളത്തിലെ CPM രാഷ്ട്രീയം എങ്ങനെ ദേശീയമായി അതിന്റെ നയത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത നമ്മൾ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിലൊന്ന് ഇതുപോലെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇത്തരത്തിൽ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന്, അതായത് കോൺഗ്രസുമായിട്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള ഈ ഇന്ത്യ ബ്ലോക്ക് പോലെ ഏറ്റവും അയഞ്ഞ ഒരു ധാരണ, അതേ അത് പറയാൻ പറ്റുള്ളൂ. ബ്ലോക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും അത് തിരഞ്ഞെടുപ്പ് ഐക്യമോ ഒരു സഖ്യമോ അല്ലെങ്കിൽ ഒരു ധാരണ പോലും ആയിരുന്നില്ല. അത് വളരെ അയഞ്ഞ ഒരു സംവിധാനമായിരുന്നു. അതായത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ദേശവ്യാപകമായി BJPയെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിനുള്ള ഒരു അടവ് സംവിധാനം എന്നുള്ളതിനപ്പുറം സഖാവ് യെച്ചൂരിയുടെ മുഖ്യ പങ്കാളിത്തത്തോടെ, അത് പണ്ട് ഹർകിഷൻ സുർജിത്തിന്റെ ആ പങ്കുപോലെ UPA 1 കാര്യത്തിൽ ഉണ്ടായ പോലെ BJP അധികാരത്തിൽ ഇറക്കുന്നതിന് സംസ്ഥാന തലത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ, രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ തടസ്സം നിന്നുകൂടാ, ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു സംവിധാനം വേണം എന്ന അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2003, കൃത്യം 3 കൊല്ലമാവുന്നു. ഈ അടുത്ത നാളെ ഇപ്പോ ഇന്ത്യയുടെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ 3ാം വാർഷികത്തിൽ തന്നെ വലിയ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാവിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നു. അതിൽ മലയാളികൾക്ക് തീർച്ചയായിട്ടും താല്പര്യം ഈ CPM സഖാവ് ഞാനത് അടിവരയിടാൻ, ഭാവിയെ പറ്റി ഒരു സംശയമില്ല. കാരണം വെച്ചാൽ ഇതിലെ ഇന്ത്യ ബ്ലോക്കിലെ വലിയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും RJDയും കോൺഗ്രസുമാണ് ഇപ്പോൾ, പിന്നെ തൃണമൂൽ.
അവർ നാല് കക്ഷികൾ വളരെ കൃത്യമായി അവിടെയുണ്ട്. DMK പോകാൻ പോകുന്നു. ജാർഖണ്ഡിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ അത് രാജ്യസഭാ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പ്രശ്നമുള്ളത് CPM മാത്രമാണ്. CPI പോലുമില്ല. CPI അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അല്ല, രണ്ടും അങ്ങനെ രണ്ടും അത്ര വിഭജിച്ച് കാണാൻ കഴിയുകയില്ല. 2023 തുടങ്ങിയ ഇന്ത്യ ബ്ലോക്ക് അല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് കൃത്യം. കാരണം തീർച്ചയായിട്ടും ഈ ബേബിയുടെ CPM ഒരു പാർലമെന്ററി ശക്തിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിയോ അല്ല എന്ന് ഞാൻ അംഗീകരിക്കും. ഇന്ന് 2003 ഉണ്ടായിരുന്ന ശക്തി പോലും കേരളത്തിലെ സർക്കാരിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അതിന് നഷ്ടപ്പെടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉള്ള സ്വാധീനം ഇന്ത്യ ബ്ലോക്ക് തുടങ്ങിയ കാലത്തേക്കാൾ കുറവാണ്. അത് വളരെ 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 അത് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ വീണ്ടും പറയേണ്ടതില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം CPM-ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ടായ ഒരു നയം മാറ്റത്തിന്റെ സൂചന തന്നെയാണ് ഈ ബേബി. ഇന്ത്യ ബ്ലോക്കിൽ നിന്ന്, അതായത് കോൺഗ്രസുമായിട്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള ഈ ഇന്ത്യ ബ്ലോക്ക് പോലെ ഏറ്റവും അയഞ്ഞ ഒരു ധാരണ, അതേ അത് പറയാൻ പറ്റുള്ളൂ. ബ്ലോക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പോലും അത് തിരഞ്ഞെടുപ്പ് ഐക്യമോ ഒരു സഖ്യമോ അല്ലെങ്കിൽ ഒരു ധാരണ പോലും ആയിരുന്നില്ല. അത് വളരെ അയഞ്ഞ ഒരു സംവിധാനമായിരുന്നു. അതായത് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ദേശവ്യാപകമായി BJP-യെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുന്നതിനുള്ള ഒരു അടവ് സംവിധാനം എന്നുള്ളതിനപ്പുറം സഖാവ് യെച്ചൂരിയുടെ മുഖ്യ പങ്കാളിത്തത്തോടെ, അത് പണ്ട് ഹർകിഷൻ സുർജിത്തിന്റെ ആ പങ്കുപോലെ UPA 1 കാര്യത്തിൽ ഉണ്ടായ പോലെ BJP അധികാരത്തിൽ ഇറക്കുന്നതിന് സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ തടസ്സം നിന്നുകൂടാ. ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു സംവിധാനം വേണം എന്ന അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 2003, കൃത്യം 3 കൊല്ലമാവുന്നു. ഈ അടുത്ത നാളെ ഇപ്പോ ഇന്ത്യയുടെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ 3ാം വാർഷികത്തിൽ തന്നെ വലിയ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാവിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നു. അതിൽ മലയാളികൾക്ക് തീർച്ചയായിട്ടും താല്പര്യം ഈ CPM ഞാനത് അടിവരയിടാൻ, ഭാവിയെ പറ്റി ഒരു സംശയമില്ല. കാരണം വെച്ചാൽ ഇതിലെ ഇന്ത്യ ബ്ലോക്കിലെ വലിയ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും RJD-യും കോൺഗ്രസുമാണ് ഇപ്പോൾ, പിന്നെ തൃണമൂൽ. അവർ നാല് കക്ഷികൾ വളരെ കൃത്യമായി അവിടെയുണ്ട്. DMK പോകാൻ പോകുന്നു. ജാർഖണ്ഡിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ അത് രാജ്യസഭാ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പ്രശ്നമുള്ളത് CPM മാത്രമാണ്. CPI പോലുമില്ല. CPI അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. അല്ല, രണ്ടും അത്ര വിഭജിച്ച് കാണാൻ കഴിയുകയില്ല. 2023 തുടങ്ങിയ ഇന്ത്യ ബ്ലോക്ക് അല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് കൃത്യം. കാരണം തീർച്ചയായിട്ടും ഈ ബേബിയുടെ CPM ഒരു പാർലമെന്ററി ശക്തിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിയോ അല്ല എന്ന് ഞാൻ അംഗീകരിക്കും. ഇന്ന് 2003 ഉണ്ടായിരുന്ന ശക്തി പോലും കേരളത്തിലെ സർക്കാരിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അതിന് നഷ്ടപ്പെടുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ CPM-നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉള്ള സ്വാധീനം ഇന്ത്യ ബ്ലോക്ക് തുടങ്ങിയ കാലത്തേക്കാൾ കുറവാണ്. അത് വളരെ 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 അത് ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ വീണ്ടും പറയേണ്ടതില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാര്യം CPM-ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ടായ ഒരു നയം മാറ്റത്തിന്റെ സൂചന തന്നെയാണ് ഈ ബേബിയുടെ കത്ത്. നമ്മൾ തെക്കുവടക്ക് ഇത് പ്രതീക്ഷിച്ചിരുന്നു. പല ചർച്ചകളിലും നമ്മൾ CPM-ന്റെ ആഭ്യന്തര കാര്യങ്ങളുടെ പോക്ക് കോൺഗ്രസ് വിരുദ്ധതയിലേക്കാണെന്ന് ഞാനും താങ്കളും പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ എങ്കിലും അത് സംഭവിക്കുന്നു, അത് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, നമ്മൾ ഭയപ്പെടുകയായിരുന്നു. അതായത് ഇന്ത്യ ബ്ലോക്കിന്റെ ദുർബലമാകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് CPM-ന് ഒരു പങ്കുണ്ടാവും എന്ന് ഭയപ്പെട്ടു. അത് ഭയപ്പെടാൻ ഇപ്പോൾ കൃത്യമായി വരികയാണ്.
അതാണ് എന്റെ യാഥാർത്ഥ്യം. എന്നാൽ ഈ CPM പിൻവലിക്കുന്നു അല്ലെങ്കിൽ അതിനെ ആലോചിക്കുന്നു എന്നുള്ളതിനപ്പുറം DMK പോയിരിക്കും. DMK അതിന്റെ പാർലമെന്ററി ബ്ലോക്ക് തന്നെ ഇനി കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ 3 കൊല്ലത്തിനകം ഉണ്ടായിട്ടുണ്ട്. TVK അതിന്റെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ TVKയെ ഒരു സഖ്യകക്ഷിയായി കോൺഗ്രസിന് അതിന്റെ അംഗങ്ങളുടെ പിന്തുണ പാർലമെന്റിൽ ലഭിക്കുകയുള്ളൂ. തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെ നമുക്ക് വേറൊരു ചോദ്യം ഉയരുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാരുടെ എണ്ണം എത്ര ബാക്കിയുണ്ടാവും എന്ന് അറിയില്ല നമുക്ക്. കാരണം അതും ഒരു യഥാർത്ഥ പ്രശ്നമാണ്. എല്ലാ മിക്ക തൃണമൂൽ കോൺഗ്രസ് MP-മാരെയും BJP വിലക്കെടുക്കുകയോ അല്ല കൂറുമാറാൻ നിൽക്കുകയാണ്, പഞ്ചാബിലെ രാജ്യസഭയിൽ ചെയ്ത പോലെ. അപ്പൊ ഇന്ത്യ ബ്ലോക്ക് ഇന്ന് നിൽക്കുന്നത് വളരെ ആന്തരികവും ബാഹ്യവുമായ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്കാണ്. അത് നമ്മൾ അംഗീകരിക്കണം. വളരെ ആരോഗ്യവാനായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ഇന്ത്യ ബ്ലോക്ക് അല്ല എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിക്കണം. അത് എങ്ങനെ അത് രൂപപ്പെടാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ട. അതിനാണ് നാളെ വളരെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഈ CPM-ന്റെ കത്ത് അത് പങ്കെടുക്കാൻ, അത് ബഹിഷ്കരിക്കുന്നതിലേക്ക് പോകുമോ, അതോ അതിനെന്തെങ്കിലും മറുപടി കോൺഗ്രസിൽ നിന്നോ ഇന്ന് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പക്ഷേ പശു ആര് പൊക്കുന്നത് എന്തിനാണെന്ന് രാഷ്ട്രീയ വിശകലനം തിരിക്കുന്നത് നമുക്കറിയാം. CPM-ന്റെ കേരള ഘടകം ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് അകലാനും കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി പ്രതിഷ്ഠിച്ച് പഴയ അവരുടെ ആദ്യകാല നയത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് പാർട്ടിക്കകത്ത് വിജയിക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം കേരള ഘടകം പഴയ പോലെ പാർട്ടിക്കകത്ത് ആജ്ഞാശക്തി ഇനിയില്ല. CPM-ന്റെ കാര്യം പറ്റാണ്. ഇന്ത്യ ബ്ലോക്കിൽ ഈ CPM ഇന്നത്തെ രീതിയിൽ CPM മാറി നിൽക്കുവാണെങ്കിൽ ലോക്സഭയിൽ ഒരു MP ആണുള്ളത്, രാജ്യസഭയിൽ 2 or 3 ആണ്. CPM-ന് നമ്മൾ ചർച്ച ചെയ്യണ്ട, ഞാനതിന് വേറെ സമയം കളയണ്ട. CPM അത്ര ഒരു സ്വാധീന ശക്തിയല്ല. സാർ, ഇന്ത്യ ബ്ലോക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യ ബ്ലോക്ക് എന്തുകൊണ്ട് CPM-നെ വീണ്ടും പിടിച്ചു നിർത്തണം? കാരണം വെച്ചാൽ ലോക്സഭയിൽ 1 സീറ്റ്, രാജ്യസഭയിൽ 2 or 3. ഇനിയും കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും അവർക്ക് രാജ്യസഭയിലേക്ക് ആരെയും അയക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് കോൺഗ്രസ് വിരോധം ഇങ്ങനെ പ്രകടിപ്പിച്ച് സ്വയം അപഹാസ്യരാകുന്നത്?